ഒരുപക്ഷെ കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്ന രക്ഷാകർത്താക്കൾ സിൽവർ ഹിൽസിലായിരിക്കാം ഉണ്ടാകുക എന്ന് തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളോട് വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കേണ്ട ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും ദൗർഭാഗ്യത്തെക്കുറിച്ചും കൂടി സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. മനുഷ്യൻ ഒരു ലേണിംഗ് അനിമൽ, പഠിക്കുന്ന മൃഗം. മറ്റൊരു ജീവജാലവും പഠിക്കുന്നില്ല, ജീവിക്കുന്നതേയുള്ളൂ. They are just beings, but we are becomings. നിരന്തരം പരിണമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യൻ. പരിണാമം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനാകുന്നതല്ല, പക്ഷേ നമ്മളിലെ പരിണാമം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാവുന്നതാണ്. അത് എന്തൊരു ഫാസ്റ്റായിട്ടുള്ള പരിണാമവും. യഥാർത്ഥത്തിലുള്ള എവല്യൂഷൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനേ ആകുന്നതല്ല. യുഗങ്ങളെടുത്ത് വിടരുന്ന ഒരു പുഷ്പത്തിൻ്റെ വിടർച്ച കാണാൻ പറ്റാത്തതുപോലെയാണ് അത്. ഇതങ്ങനെയല്ല. നാം സൃഷ്ടിക്കുന്ന ഈ എവല്യൂഷൻ, മനുഷ്യനിലെത്തിയപ്പോൾ എവല്യൂഷൻ ഒന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അയാൾക്ക് അതിൻ്റെ ചുമതല വിട്ടുകൊടുത്തു. ആ ചുമതല പ്രകാരം അദ്ദേഹം പഠനത്തെ തൻ്റെ എവല്യൂഷൻ്റെ മീഡിയം ആയി സ്വീകരിച്ചു. അങ്ങനെ പഠനമാണ് നമ്മുടെ എവല്യൂഷൻ്റെ മാധ്യമം. ആ എവല്യൂഷനിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് നിങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് മാത്രമാണ് ഈ വേവലാതികൾ, ഈ പഠനം ഒക്കെയുള്ളത്. ഒരു കൊച്ചു കുഞ്ഞ് എല്ലാം പഠിച്ചിട്ട് വേണം മനുഷ്യൻ. ഒരു കൊച്ചു കുഞ്ഞിന് മുല കുടിക്കാൻ പോലും പഠിക്കണം. ചാച്ചും ചരിച്ചും ഒക്കെ മുല വെച്ചു കൊടുത്താൽ മെല്ലെ മെല്ലെയാണ് അതിൽ അയാൾ വെൽ വെഴ്സഡായിത്തീരുക. സച്ചിൻ തെണ്ടുൽക്കറൊക്കെ കളിക്കുമ്പോൾ ആദ്യ പന്തുകളൊക്കെ ടൈഡി ആയിരിക്കും, ഒന്നും കിട്ടില്ല. പിന്നെ ഒരു പന്തിൽ അയാൾക്ക് ജീവൻ വെച്ച് വരികയും അങ്ങനെ അത്ഭുതകരമായി തൻ്റെ പ്രതിഭയെ സാക്ഷാത്കരിച്ച് തുടങ്ങുകയും ചെയ്യും. അതാണ് എല്ലാവരുടെയും അവസ്ഥ. മെല്ലെ ഗ്രഹിച്ച് പഠിച്ച് മുന്നേറുന്നു. ഈ മുന്നേറ്റം മനുഷ്യന് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ഗ്രീക്ക് കഥാപ്രകാരം ദൈവം സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം എപ്പിമെത്യൂസിനോടും പ്രൊമിത്യൂസിനോടും ജീവജാലങ്ങളുടെ അതിജീവനത്തിന് വേണ്ടതൊക്കെ ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. എപ്പിമെത്യൂസ് മനുഷ്യരൊഴിച്ചുള്ള ജീവജാലങ്ങളുടെ മുഴുവൻ ചുമതല വഹിക്കുന്നു. അങ്ങനെ അവർക്ക് രോമക്കുപ്പായങ്ങൾ കൊടുക്കുന്നു, അവർക്ക് കുളമ്പുകൾ കൊടുക്കുന്നു, അവർക്ക് കൊമ്പുകൾ കൊടുക്കുന്നു, അവർക്ക് വേഗം കൊടുക്കുന്നു. അതിജീവിക്കാൻ വേണ്ടതെല്ലാം നൽകിയതിന് ശേഷം അദ്ദേഹം പിൻവാങ്ങുന്നു. ഇനി അവർ ജീവിച്ചുകൊള്ളും, അവർക്കൊരു വേവലാതിയും വേണ്ട. പക്ഷേ മനുഷ്യന് ഒന്നും കൊടുത്തില്ല. മനുഷ്യൻ അങ്ങേയറ്റം നിസ്സഹായനായിരിക്കുന്നു. അയാൾക്ക് എന്താ കൊടുക്കുക? അയാൾക്ക് കൊടുക്കാൻ ഏതെങ്കിലും ഒന്ന് പോരാ. എല്ലാ പരിവർത്തനങ്ങളുടെയും അസംസ്കൃത വസ്തു വേണം എന്നും പ്രൊമിത്യൂസ് മനസ്സിലാക്കുകയും പ്രൊമിത്യൂസ് ഫയർ, അഗ്നി അയാൾക്ക് നൽകുകയും ചെയ്തു. അഗ്നി എന്താ മനുഷ്യനോട് പറയുന്നത്? മറ്റെല്ലാ ജീവജാലങ്ങളുടെയും ചുമതല നേച്ചറോ ദൈവമോ കൈവശം വച്ചിരിക്കുന്നു. പക്ഷേ നീ നിൻ്റെ ചുമതല എടുക്കുക. അപ്പോൾ അഗ്നി എന്താ പറയുന്നത്? ആദ്യമായി വെന്ത ഒരു മൃഗത്തിൻ്റെ മാംസം കഴിക്കുമ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത്
അതിജീവിക്കണമെങ്കിൽ യു ഹാവ് ടു കുക്ക് എന്ന് മനസ്സിലാക്കണം. അതിജീവിക്കണമെങ്കിൽ നീ പാചകം ചെയ്യുക. പാചകം ചെയ്തതിൻ്റെ ആകത്തുകയാണ് കൾച്ചർ എന്ന് പറയുക. കുക്ക് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കൾച്ചർ. അങ്ങനെ നീ കൾച്ചർ ചെയ്യുക. അതാണ് ഈ അഗ്നിയിൽ നിന്ന് കിട്ടുന്ന ആദ്യ പാഠം. മനുഷ്യൻ ആദ്യമായി മെരുക്കുന്നത് അഗ്നിയാണ്. അതിനെ ഉപയോഗിച്ച് തണുപ്പിൽ നിന്ന്, അതുപോലെ അതിനെ ഉപയോഗിച്ച് ഇരുട്ടിൽ നിന്ന് അയാൾ അതിജീവിക്കുന്നു. അഗ്നിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താനുണ്ടാക്കിയ വെളിച്ചത്തിൽ മനുഷ്യൻ ജീവിച്ചു തുടങ്ങുന്നു. ആ മനുഷ്യനോട് പറഞ്ഞത് ഈ അഗ്നി അല്ലെങ്കിൽ അഗ്നിയിലൂടെ പ്രൊമിത്യൂസ് ഇത് മാത്രമാണ്, ചേഞ്ച് യുവർ സെൽഫ്, മാറുക. അയാൾക്ക് നിർഭാഗ്യവശാൽ ഒരു രോമക്കുപ്പായമൊന്നും ദൈവം കൊടുത്തിട്ടില്ല. ആനയ്ക്കും പശുവിനും പുലിക്കും മാനിനും എന്തൊക്കെ ഉടുപ്പുകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. നമ്മളെ ഉടുപ്പിടിവിച്ചിട്ടേയില്ല. എന്തൊരു നഗ്നതയാണ് ഹവ്വ പണ്ട് അനുഭവിച്ചത്. നമ്മളൊക്കെ വസ്ത്രം മാറുമ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിസ്സഹായതയെ എങ്ങനെ പരിഹരിക്കും? ആ നിസ്സഹായതയെ പരിഹരിക്കാനാണ് മനുഷ്യൻ സ്വന്തം ഒരു ഉടൽ അല്ലെങ്കിൽ അതിനൊരു പുതപ്പ് തുന്നിയത്. അതാണ് നമ്മുടെ ഇക്കാണായ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് മുഴുവൻ ജീവിതം കൊടുത്തത് അല്ലേ? നമ്മൾ വസ്ത്രമുണ്ടാക്കി. അങ്ങനെ നമ്മൾ വസ്ത്രമുണ്ടാക്കുന്നു. പിന്നെ ശ്വാസം, കേവലം ശ്വാസത്തിൻ്റെ വിഭിന്ന വിന്യാസങ്ങളിലൂടെയാണ് മറ്റ് ജീവജാലങ്ങളെല്ലാം സംവദിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്കത് പോരാ. നമുക്ക് സ്പഷ്ടമായി പറയണം ആവശ്യങ്ങളെ. നമുക്ക് വ്യക്തമായി സങ്കീർണമായത് ആവിഷ്കരിക്കണം. മറ്റു ജീവജാലങ്ങൾക്ക് 3-4 നീഡ്സേ ഉള്ളൂ. നമുക്ക് നിരവധി നീഡ്സാണ്. അതുകൊണ്ട് അവരുടെ ഭാഷ പോരാ. നമുക്ക് ഭാഷ സൃഷ്ടിക്കണം. അതുകൊണ്ട് ഈ ശ്വാസത്തെ ഭേദഗതി ചെയ്യാൻ പറ്റുന്ന ഒരു വായ നമുക്ക് കിട്ടിയിരിക്കുന്നു. ആ വായയിലൂടെ നാവിൻ്റെ അഗ്രം, മധ്യം, മൂലം, പാർശ്വം, എന്താ പറയുക, ഈ ദന്തങ്ങൾ, അതുപോലെ ഓഷ്ടം, ചുണ്ടുകൾ, ഇതെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ ശ്വാസത്തെ വ്യതിചലിപ്പിച്ചപ്പോൾ ഉണ്ടാകുന്നു ഭാഷ എന്ന് പറയുന്നത്. ആ ഭാഷയിൽ നമുക്ക് സംസാരിക്കാം, ആ ഭാഷയിൽ നമുക്ക് ഓർമ്മിക്കാം, ആ ഭാഷയിൽ നമുക്ക് ചിന്തിക്കാം. ആ ഭാഷ നമ്മളെ ദൈവതുല്യം ആക്കി തീർക്കുന്നു. പ്രൊമിത്യൂസ് തന്നിട്ടുള്ള അഗ്നി ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ടത് ഈ ശ്വാസത്തിൻ്റെ പരിണാമത്തിലൂടെയാണ് എന്ന് പറയാം. അതാണ് ഭാഷ. ആ ഭാഷയും പോരാ നമുക്ക് എന്ന് വന്നപ്പോൾ എന്താ കാര്യം? ഭാഷ എത്ര കണ്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും അല്ലേ? ഒരു കാര്യം പറഞ്ഞാൽ 3-4 ദിവസം കൂടിയാൽ നമ്മുടെ ഓർമ്മയിലിരിക്കും. അതുപോരാ. എന്നും നിൽക്കണമെങ്കിൽ ആ ഭാഷയ്ക്ക് ലിപികൾ വേണം, അക്ഷരമുണ്ടാകും. അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അനശ്വരം എന്നായതിൻ്റെ കാരണവും അതാണ്. അതോടുകൂടി പറയപ്പെട്ടതൊക്കെ ശാശ്വതമായി തീർന്നു, അറിയപ്പെട്ടതൊക്കെ ശാശ്വതമായി തീർന്നു. ഹിസ്റ്ററി ഉണ്ടായി, എല്ലാറ്റിനും ഹിസ്റ്ററി ഉണ്ടായി. സയൻസിന് ഹിസ്റ്ററി ഉണ്ടായി, ലിറ്ററേച്ചറിന് ഹിസ്റ്ററി ഉണ്ടായി, സോഷ്യോളജിക്കും എക്കണോമിക്സിനും ഒക്കെ ഹിസ്റ്ററി ഉണ്ടായി. അതുകൊണ്ട് പണ്ട് കണ്ടെത്തിയതൊക്കെ നമ്മുടെ അനുഭവമായി തീർന്നു. പണ്ടറിഞ്ഞതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നു, കൂടുതൽ അറിഞ്ഞുകൊണ്ടിരുന്നു. ഭാഷയ്ക്ക് ലിപികൾ കിട്ടിയോടുകൂടി നമ്മൾ വായിക്കാൻ തുടങ്ങി എന്നർത്ഥം. അങ്ങനെ ചരിത്രമുണ്ടാകുന്നു. ഇപ്പോൾ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. ഈ അക്ഷരവിദ്യ ഇല്ലായിരുന്നുവെങ്കിൽ ഓരോ തലമുറയ്ക്കും പുതുതായി ബൾബ് കണ്ടുപിടിക്കേണ്ടി വരുമായിരുന്നു.
ഒരു എഡിസൺ ഇല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത കാലത്ത് കഴിയേണ്ടി വരുമായിരുന്നു ഓരോ തലമുറയും. ആ അറിവ് പുസ്തകങ്ങളിലൂടെ കൈമാറി പോയ കാലത്തിൻ്റെ മുഴുവൻ ജ്ഞാനവും നമ്മുടെ മുമ്പിലിരിക്കുന്നു. ഇന്നൊരു കുട്ടി പഠിച്ചു കഴിയുമ്പോൾ അയാളുടെ പ്രായം 19, 20, 21 അല്ല, 3000 ചിലപ്പോൾ 30,000 വർഷങ്ങളാണ്. ഈ വലിയ പ്രായത്തിലേക്ക് എത്തിച്ചേരാൻ അയാളുടെ മാധ്യമം ആണ് പഠനം. പഠിച്ചില്ലെങ്കിലോ 3000 കൊല്ലമുള്ള കുറുക്കൻ അതേപോലെ കൂകുന്നു. 3000 കൊല്ലമുള്ള മുയൽ അതേപോലെ ചാട്ടത്തിൽ പിഴയ്ക്കുന്നു. 3000 കൊല്ലം മുമ്പുള്ള ജീവജാലങ്ങളൊക്കെ അതേപടി 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എങ്ങനെയിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാനും പോലും സാധ്യമല്ലാത്ത വിധത്തിൽ നമ്മൾ പരിണമിച്ചിരിക്കുന്നു. ഈ പരിണാമത്തിൻ്റെ വാഹനം എന്തായിരുന്നു? ഏത് വാഹനത്തിൽ കയറിയാണ് മൊബൈൽ കയ്യിലുള്ള നിങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്? അതാണ് വിദ്യാഭ്യാസം. ഈ വാഹനത്തിലൂടെ നമ്മൾ എത്തിച്ചേർന്ന ഇടത്ത് നിന്നാണ് ഇനിയും മുന്നോട്ട് പോകണം എൻ്റെ അടുത്ത തലമുറ എന്ന താല്പര്യത്തോടു കൂടി നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് പഠനമാണ് നമ്മുടെ വാഹനം. ഇതുവരെ ബുദ്ധൻ പറയുന്നു, ആരും എത്താത്ത ദിക്കിലേക്ക് എത്തുവാൻ എനിക്കിതല്ലാതെ വഴിയില്ല. അങ്ങനെ ഇതുവരെ എത്തിയവരെത്തിയ വഴികളിലൊക്കെ എത്തുകയും മുന്നോട്ട് സഞ്ചരിക്കുകയും അങ്ങനെ സ്വതന്ത്രനായിത്തീരുകയും, എഡ്യൂക്കേഷൻ ഈസ് ദ ഇമാൻസിപ്പേഷൻ, അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നേടുകയും നമ്മൾ ചെയ്യുന്നത് ഇതിലൂടെയാണ്. അല്ലെങ്കിൽ നമ്മൾ അസ്വതന്ത്രരാണ്. അതൊന്ന്. ഇനി ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചല്ലേ പറയാമെന്ന് പറഞ്ഞത്. എന്താണ് ദൈവം അല്ലെങ്കിൽ പ്രകൃതി? സ്പിനോസയൊക്കെ പറയുന്നത് ദൈവവും പ്രകൃതിയും ഒന്നാണ് എന്ന്. അപ്പോൾ ദൈവവും പ്രകൃതിയുമൊക്കെ സൃഷ്ടിച്ചത് എന്തൊരഴകോടുകൂടിയാണ് അല്ലേ? ഒരു മാനിനെ, ഒരു മുയലിനെ, ഒരു മയിലിനെ, ഒരു പുഴയെ, ഒരു മരത്തെ, ഒരു മത്സ്യത്തെ, എന്തൊരു സിമട്രിയാണ് ഈ രൂപങ്ങൾക്കെല്ലാം ഉള്ളത്. ഈ രൂപങ്ങളാണ് നമ്മളെ കലാകാരന്മാരാക്കാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ സൃഷ്ടിക്കാൻ. അതവിടെ എത്തട്ടെ, ഞാൻ വരാം. അപ്പോൾ അന്യജീവജാലങ്ങളൊക്കെ പെർഫെക്റ്റ് ബീയിങ്സാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടതൊക്കെ എപ്പിമെത്യൂസ് കൊടുത്തിരിക്കുന്നു. ഈ പെർഫെക്റ്റ് ബീയിങ്ങേ അല്ല നമ്മൾ. ഭൂമിയിലെ സൗന്ദര്യമില്ലാത്ത ഒരൊറ്റ ജീവി മനുഷ്യനാകുന്നു. ഹാവ്ലോക്ക് എല്ലീസ് ഒരു കുട്ടിയെ വിളിച്ചു നഗ്നകളായ 4 സ്ത്രീകളുടെ ചിത്രം കാണിച്ചു കൊടുത്തു. ആരാണ് ഇതിൽ സുന്ദരി എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അതെങ്ങനെയാണ് പറയുക, അവർ ഒന്നും ഉടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നും ഉടുക്കാത്ത സൗന്ദര്യമില്ലാത്ത മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നീ സൗന്ദര്യം സൃഷ്ടിക്കുക എന്നാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞത്. അങ്ങനെ ഒരു പക്ഷേ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയാത്ത സൗന്ദര്യം, അവർ സുന്ദരന്മാരാണ് എല്ലാ ജീവജാലങ്ങളും, പക്ഷേ അവർ സൗന്ദര്യത്തിൻ്റെ സ്രഷ്ടാക്കളല്ല. സൗന്ദര്യത്തിൻ്റെ സ്രഷ്ടാവ് ദൈവമാണ്. നമ്മൾ പതുക്കെ ദൈവമായി തീരുകയാണ് സൗന്ദര്യം സൃഷ്ടിച്ചുകൊണ്ട്. ഒരു ശലഭത്തിന് നോക്കിക്കോളൂ, എന്തു ഭംഗിയുള്ള ഉടുപ്പാണ്, പക്ഷെ ഒരു ഉടുപ്പേ ഉള്ളൂ. നമുക്കോ നമ്മൾ ഉടുപ്പുകൾ നിർമ്മിച്ചപ്പോൾ ഒരു ചലച്ചിത്രത്തിലെ ഗാനരംഗത്തിൽ എത്ര തവണയാണ് നായിക ഉടുപ്പ് മാറുന്നത്? നമ്മൾ തന്നെ ഇവിടെ ഒരു ഉടുപ്പ്, കല്യാണത്തിന് വേറെ ഉടുപ്പ്,
പിന്നെ ഒരു കല്യാണക്കാരത്തി കല്യാണത്തിൻ്റെ തലേ ദിവസം ഉടുക്കാൻ വേറെ ഡ്രസ്സ്, ആ ദിവസം ഉടുക്കാൻ വേറെ ഡ്രസ്സ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ദിവസങ്ങൾ ഉടുക്കാൻ വേറെ വേറെ ഡ്രസ്സുകൾ. എന്ത് അത്ഭുതമായിട്ട് ഈ ശലഭത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ സൗന്ദര്യമുള്ള ഉടുപ്പുകളോട് നമ്മൾ ഇരിക്കുന്നു. നമ്മൾ സൗന്ദര്യം സൃഷ്ടിക്കുന്നു. അപ്പോഴോ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മിത്താണ്. ആ മിത്ത് കൾച്ചർ സൃഷ്ടിക്കുന്നതാണ്, നേച്ചർ സൃഷ്ടിക്കുന്നതല്ല. നേച്ചർ സൃഷ്ടിക്കുന്ന സൗന്ദര്യത്തിൽ എല്ലാവരും തുല്യരാണ്. ആർക്കും ഒരാളേക്കാൾ ഭംഗി കൂടുതലില്ല. കൾച്ചർ സൃഷ്ടിക്കുന്ന മനുഷ്യൻ്റെ പരിമിതികൾ കൊണ്ട് ചിലർ വിരൂപരായിത്തീരുന്നു, ചിലർ സുന്ദരന്മാരായിത്തീരുന്നു, ചിലർക്ക് യോഗ്യത കൂടുതൽ, ചിലർക്ക് യോഗ്യത കുറവ് വന്നു ചേരുന്നു. ഇത് മനുഷ്യൻ സൃഷ്ടിച്ച കൾച്ചർ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും സുന്ദരന്മാരാണ്. പ്രേമിക്കുമ്പോൾ ഒക്കെ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ പതുക്കെ ഈ നേച്ചറിൻ്റെ ഭാഗത്തേക്ക് പോവുകയും മറ്റാരും കണ്ടിട്ടില്ലാത്ത സൗന്ദര്യം നമ്മുടെ കാമുകിയിലോ കാമുകനിലോ നമ്മൾ സാക്ഷാത്കരിക്കുകയും ചെയ്യും. നമുക്ക് ഒരു ദൈവികമായ ഔന്നത്യം പ്രേമിക്കുമ്പോൾ കിട്ടുന്നു എന്ന് അർത്ഥം. ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ ഏതും സമാനമഴവുള്ളവയെങ്കിലും ജാതാനുരാഗമൊരുവന് മിഴിക്ക് വേദ്യം ഏതോ വിശേഷ സുഭഗത്വവും ആർജിക്കാം എന്നാ കുമാരനാശാൻ പറയുന്നു. ഒരേപോലെ സുന്ദരികളാണ് എല്ലാവരും, പക്ഷേ ഒരാളുടെ കണ്ണിൽ നീ സവിശേഷമായ സൗന്ദര്യം ഉള്ള ഒരുവൾ ആയിരിക്കുന്നു. ഒരാളുടെ കണ്ണിൽ നീ സവിശേഷമായ ഒരു ജന്മം ആയിരിക്കുന്നു. ഒരാളുടെ കണ്ണിൽ നീയുമായി ബന്ധപ്പെട്ടതെല്ലാം മനോഹരമായി തീർന്നിരിക്കുന്നു. ഒരാളുടെ കണ്ണിൽ നീ ഉള്ളതുകൊണ്ട് ഈ ലോകം ജീവിതാർഹമായി തീർന്നിരിക്കുന്നു. ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണമായി നാം കൾച്ചറിൽ നിന്ന് ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴേ സാധിക്കുന്നുള്ളൂ. നമുക്ക് എഴുത്തുകാരൊക്കെ ഒരു പക്ഷേ കവികളൊക്കെ ഈ ഒരു അനുഭൂതിയെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഡിവൈൻ ഗ്രേസ്, അത്ഭുതകരം എന്നല്ലേ പറയുക, അത് അത്ഭുതകരമായിരിക്കുന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന കരം എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ ബഷീറിനെ കുറിച്ച് പഠനം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അത്ഭുതകരമായ കഥകൾ എഴുതിയപ്പോഴാണ് ഒരു നൊടി ഞാൻ ആ വാക്കിലേക്ക് നോക്കിയത്. മെസ്മറൈസിങ് ഹാൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത്ഭുതകരം എന്ന് പറഞ്ഞാൽ ആ കരം ഡിവൈൻ ഹാൻഡാണ്. അത് എഴുതുമ്പോൾ ഒരാൾക്ക് കുറേശ്ശെയായി വരുന്നു. പ്രേമിക്കുമ്പോൾ ഒരാളുടെ കണ്ണിൽ കുറേശ്ശെയായി പ്രത്യക്ഷപ്പെടുന്നു. പാടുമ്പോൾ ഒരാളെ അനുഗ്രഹിക്കുന്നു. എന്ത് ഡിവൈൻ ഗ്രേസാണ് യേശുദാസ് പാടുമ്പോൾ. ഇതൊക്കെ സാധ്യമാണ്. അപ്പോൾ എന്താണ് ഈ സൗന്ദര്യമില്ലാതെ മനുഷ്യരെ സൃഷ്ടിച്ചത്? സൗന്ദര്യം സൃഷ്ടിക്കാൻ, അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നാം സൗന്ദര്യം സൃഷ്ടിക്കുന്നു. ഒന്നാന്തരം മാറി മാറി ധരിക്കാവുന്ന തോല്, സ്കിൻ നമ്മൾ നേടുന്നു. കേവലം ചിലത് പറയാനുള്ളതല്ല, പലതും പറയാവുന്ന, ആവിഷ്കരിക്കാവുന്ന ഭാഷ നാം ഉണ്ടാക്കുന്നു. ആ ഭാഷയിൽ നിന്ന് കവിതയും നാം സൃഷ്ടിക്കുന്നു. ആ ശബ്ദത്തെ നാം സംഗീതമാക്കി പരിവർത്തിപ്പിക്കുന്നു. അല്ലേ? നമ്മുടെ എനർജിയെ നമ്മൾ കായിക രംഗങ്ങളിൽ സാക്ഷാത്കരിക്കുന്നു. എന്തൊരു സുഖമാണ് ഒരു കളിക്കാരൻ്റെ ജീവിതം. ആ ചലനങ്ങളെ, ഓരോ ചലനവും വ്യതിചലനം എന്ന് ഞാൻ ഗ്രഹിച്ചത് ഒരു നർത്തകിയിൽ നിന്നാണ്. കാരണം ചലനങ്ങൾ കൊണ്ടുള്ള ഒരു അർച്ചനയാണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാൻസ് നമ്മൾ സൃഷ്ടിച്ചതാണ്. മനുഷ്യർ സൃഷ്ടിച്ച സൗന്ദര്യത്തിൽ മുഖ്യമാണ് അത്. അങ്ങനെ നമ്മൾ സൗന്ദര്യം സൃഷ്ടിക്കുന്നു. അവിടെ ആരെങ്കിലും ഏതെങ്കിലും മേഖലയിൽ
സൗന്ദര്യം സൃഷ്ടിക്കാൻ അപര്യാപ്തരാണെങ്കിൽ അവർ അസന്തുഷ്ടരായിരിക്കും എന്നതാണ് വലിയ ഒരു സത്യം. ദാറ്റ് ഈസ് വൈ നമുക്ക് ക്രിയേറ്റിവിറ്റി ആവശ്യമാണ് എന്ന്. നിങ്ങൾ എൻജിനീയറാകട്ടെ, നിങ്ങളുടെ മകനോ മകളോ ഡോക്ടറാകട്ടെ, അയാളുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ, അധ്യാപകനാകട്ടെ, അയാളുടെ മേഖലയിൽ സൗന്ദര്യം സൃഷ്ടിക്കാൻ അയാൾക്കായില്ലെങ്കിൽ അയാൾ അതൃപ്തനായിരിക്കും. എത്ര പണമുണ്ടെങ്കിലും ശരി, അയാൾ അതൃപ്തനായിരിക്കും. അയാൾക്ക് വേണ്ടത് സുന്ദരനായിത്തീരുക, സുന്ദരിയായിത്തീരുക എന്നത് തന്നെയാണ് താൻ സൃഷ്ടിച്ച സൗന്ദര്യം. എൻ്റെ അച്ഛനൊരു കൃഷിക്കാരനാണ്, പക്ഷേ അത്ഭുതകരമായ ഒരു കഴിവുള്ള ആളായിരുന്നു. ചോറ് പണ്ടൊക്കെ ഭാര്യമാർക്ക് വേണ്ടി പകുതി അവിടെ കിണ്ണത്തിൽ വെക്കണം എന്നായിരുന്നു ഒരു കാലം ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ദമയന്തി ഉച്ഛിഷ്ടം ഭുജിക്കയിൽ ഒരു നാളെന്നേ ഞാൻ എന്ന് വലിയ വിപ്ലവകരമായിട്ട് പണ്ടേ പറഞ്ഞത്. എന്നാലും അത് പഠിച്ചില്ല. പക്ഷേ എൻ്റെ അച്ഛൻ ബാക്കി വെക്കുമ്പോൾ ഒരു അന്തസ്സ് കാണിക്കുമായിരുന്നു. കഴിച്ചതിൻ്റെ ഒരു പാട് പോലും ഈ ബാക്കി വെച്ചതിലുണ്ടാവുകയില്ല. അത് പുതുതായി വെച്ചതുപോലെ, അത് മുറിക്കുന്നതിൻ്റെ പെർഫെക്ഷൻ കണ്ട് അന്തം വിട്ടു പോയിട്ടുണ്ട് ഞാൻ. ഒരു കൃഷിക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ. കൊട്ട നിറയെ കാപ്പിക്കുരു പറിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇനി അതിൽ ഒരു മണി കൂടി കൂടുതൽ കൊള്ളില്ല. ഒരു മണി എടുത്താൽ അതിന് അപൂർണതയുണ്ടാകും. ഈ ഒരു തെക്കോടുകൂടി വയലിൽ വരമ്പെടുക്കുമായിരുന്നു എൻ്റെ അച്ഛൻ. നോക്കി നിന്നു പോകും. അത് ചവിട്ടാനേ തോന്നില്ല, ഉണങ്ങട്ടെ എന്ന് വിചാരിക്കും. അത്ര അഴകിൽ ഇങ്ങനെ ഒരു പെർഫെക്ഷനുള്ള മോഹം കൃഷിക്കാരിലുണ്ട്, വ്യവസായികളിലുണ്ട്, അധ്യാപകരിലുണ്ട്, ശാസ്ത്രജ്ഞന്മാരിലുണ്ട്. എല്ലാവരും സൗന്ദര്യം സൃഷ്ടിക്കുമ്പോൾ മാത്രം പൂർണ്ണത കൈവരിക്കുന്നവർ ആയിത്തീരുന്നു. ഈ ഒരു സൗന്ദര്യം സൃഷ്ടിക്കുക എന്നത് അപകട നിലയിലേക്ക് വരുന്നുണ്ടോ എന്ന സന്ദേഹമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മോട് ചെയ്യുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. നമ്മുടെ എക്സ്റ്റൻഷനാണ് എല്ലാ ആയുധങ്ങളും. എല്ലാ ടൂൾസും നമ്മുടെ ശരീരത്തിൻ്റെ നീട്ടലാണ്. ഒരു കൈക്കോട്ട് കയ്യിൻ്റെ നീളലാണ്. അതുപോലെ ഇപ്പോൾ മൊബൈൽ നമ്മുടെ ഒരു എക്സ്റ്റൻഷനാണ്. നമുക്ക് കേൾക്കാത്തതും കേൾക്കാം അതിലൂടെ, നമുക്ക് കാണാനാകാത്തതും കാണാം അതിലൂടെ, അല്ലേ? അത് നമ്മുടെ കാഴ്ചയുടെ ഒരു എക്സ്റ്റൻഷനാണ്. ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ വായനയെക്കുറിച്ച് പറയുമല്ലോ. വായനയ്ക്കിടെ ഒരു വലിയ ബൈ പ്രോഡക്റ്റാണ് പുതിയ ലോകം എന്ന് പറയാൻ എനിക്കുള്ള ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത് എല്ലാവരുടെ കണ്ണുകളും ഒരുപോലെയല്ല. ചിലർക്ക് ഷോർട്ട് സൈറ്റാണ്, ചിലർക്ക് ലോങ് സൈറ്റാണ്. അതുകൊണ്ട് അസമത്വമുണ്ട് കാഴ്ചയിൽ എന്ന്. ഈ അസമത്വത്തെ എങ്ങനെ പരിഹരിക്കാം? അസമത്വത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെക്സ്, കണ്ണട ഉണ്ടായിരുന്നത്. കണ്ണട കൊണ്ട് സമത്വം വന്നു, എല്ലാവർക്കും കാണാം, അല്ലേ? ശാസ്ത്രം കൊണ്ടുവന്ന ഒരു സമത്വം. പക്ഷേ അതിൽ നിന്നില്ല ഈ ശാസ്ത്രജ്ഞർ. അപ്പോൾ ഇങ്ങനെ കാഴ്ചയെ വ്യത്യാസപ്പെടുത്താമെങ്കിൽ ഈ കാഴ്ചയെ ഗുരുതരമാക്കിക്കൂടെ? അതായത് ഈ കാഴ്ചയെ തീക്ഷ്ണമാക്കിക്കൂടെ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതിനെ തീവ്രമാക്കിയാൽ എനിക്ക് അത്രമാത്രം കണ്ടുകൂടെ? അങ്ങനെ ടെലിസ്കോപ്പ് കണ്ടുപിടിക്കപ്പെടുന്നു. ടെലിസ്കോപ്പ് കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി ലോകം നമുക്ക് വിധേയമായിത്തീരുന്നു. അത്രയും ദൂരത്തുള്ളത് കാണാമെങ്കിൽ കുറേ കൂടി അടുത്തുള്ളത് കാണാവുന്ന വിധത്തിൽ എൻ്റെ ലെൻസിനെ മാറ്റിക്കൂടെ എനിക്ക്? അങ്ങനെയാണ് മൈക്രോസ്കോപ്പ് ഉണ്ടാകുന്നത്. മൈക്രോസ്കോപ്പിലൂടെ വന്നപ്പോൾ, ഈ ടെലിസ്കോപ്പ് വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന പ്രപഞ്ചം ഇരട്ടിക്കുകയല്ല, അത്ഭുതകരമായി പ്രപഞ്ചമായി മാറുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം പണ്ടല്ല ഉണ്ടായത്,
ഈ ഗവേഷണങ്ങൾക്കെല്ലാം ശേഷമാണ് അതിൻ്റെ വ്യാപ്തി അത് സാക്ഷാത്കരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ എന്ത് നോക്കണം? പുസ്തകം വന്നു, അതിൽ ഒരപര്യാപ്തതയെ ചൂണ്ടിക്കാണിച്ചു തന്നു. ആ അപര്യാപ്തതയെ പരിഹരിക്കാൻ ഒരു സൊല്യൂഷൻ ഉണ്ടായി. ആ സൊല്യൂഷൻ വിസ്തരിച്ച് നമ്മൾ എന്തുണ്ടാക്കി? ടെലിസ്കോപ്പ് ഉണ്ടാക്കി, മൈക്രോസ്കോപ്പ് ഉണ്ടാക്കി. പ്രപഞ്ചം വിസ്തൃതമായി തീർന്നു. വായനയുടെ ഒരു സൈഡ് എഫക്റ്റല്ലേ ഈ പ്രപഞ്ചം? മറ്റൊരർത്ഥത്തിൽ വായനയാണ് ഈ അറിവുകളെയൊക്കെ ജനകീയമാക്കിയത്. അങ്ങനെ ആ അർത്ഥത്തിലും ഈ കഥ കൊള്ളാവുന്ന കഥയാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാൻ ഓട്ടോ സജഷൻ സ്വീകരിച്ച് ഫോണിലാണ് എൻ്റെ നോവലും എൻ്റെ കവിതയും ലേഖനവും ഒക്കെ എഴുതുക. എളുപ്പമാണ്. എന്താ കാര്യം? എന്ന് എഴുതിയാൽ മതി, ഉയരം എന്ന് പറഞ്ഞിട്ട് അത് മുകളിൽ കാണിച്ചു തരും. പിന്നെ അതെടുത്താൽ മതി അല്ലേ? ധ എന്ന് എഴുതിയാൽ മതി, നം എന്നവിടെ ധനം എന്ന് പറഞ്ഞ് പുതിയ വാക്ക് തന്നെ അവിടെ പ്രത്യക്ഷപ്പെടും, അതെടുത്താൽ മതി. സത്യത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് എഴുതേണ്ടത് എനിക്കൊരു 15 മിനിറ്റ് കൊണ്ട് നിശ്ചയമായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ഈ ഓട്ടോ സജഷൻ സ്വീകരിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പുതിയ ഒരു വാക്കാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. എന്ന് എഴുതുന്നതിന് ഉർവരത എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഊവിൽ തുടങ്ങിയത് എങ്കിൽ അവിടെ മുകളിൽ ഉത്തരം എന്ന് പറയുന്ന വാക്കാണ് വന്നിട്ടുണ്ടാകുക. കാരണം എന്താണ്? ഞാൻ ഇതുവരെ എഴുതിയതിൽ ഉള്ള പദം അതാണ്. എൻ്റെ മുൻ ബാക്കികളിൽ നിന്നാണ് ഈ ഓട്ടോ സജഷന് ആവശ്യമായിട്ടുള്ള ലോഗരിതം എന്നെ പഠിച്ചു വച്ചിരിക്കുന്നത്. എൻ്റെ പൂർവ്വകാലമല്ലാതെ എൻ്റെ വർത്തമാനകാലമോ ഭാവി കാലമോ അതിനറിഞ്ഞുകൂടാ. എൻ്റെ പൂർവ്വകാലത്തെ വൊക്കാബുലറി ഉപയോഗിച്ചിട്ടാണ് അതെനിക്ക് വേണ്ടത് തരുന്നത്. ഞാൻ പൂർവ്വകാലത്തിൽ നിൽക്കാത്ത ഒരാളാണെങ്കിലോ, എല്ലാം പുതുതായിരിക്കണം എന്ന് ശഠിക്കുന്ന ഒരാളാണെങ്കിലോ എന്നെ സഹായിക്കാൻ ഈ മൊബൈലിലെ ഓട്ടോ സജഷൻ പറ്റില്ല. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രശ്നവും. എന്താണ്? അത് ഭൂതകാലം സമർത്ഥമായി ആവർത്തിക്കുകയേ ചെയ്യൂ. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ചെയ്ത ആൾക്കറിയാത്ത ഒരു കാര്യവും ചെയ്യാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധ്യമല്ല. നമ്മുടെ പിന്നിലാണ്. ഇപ്പോൾ കുട്ടികൾ അധ്യാപകരെ ഞെട്ടിച്ചു എന്നൊക്കെ വരും. ഈ ചാറ്റ് GPT പറഞ്ഞിട്ട് ഒരു എസ്സേ മനോഹരമായിട്ട് കൊണ്ടുവന്നു ടീച്ചറെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടീച്ചർക്ക് അത് അത്ര പരിചയമില്ലാത്ത ആളാണെങ്കിൽ എന്ത് അത്ഭുതമായിട്ടാണ് ഈ കുട്ടി എഴുതിയിരിക്കുന്നത്, ഇതുവരെ കണ്ടതുപോലെയൊന്നും അല്ലല്ലോ എന്ന് ടീച്ചർ അയാളെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും അയാൾ വളരെ എളുപ്പത്തിൽ അയാളുടെ ആവശ്യം നേടിയിരിക്കുന്നു. പക്ഷേ എന്താ പ്രശ്നം? ഒരു ലേഖനം എഴുതണമെങ്കിൽ അയാൾ കടന്നു പോകേണ്ട വഴികളൊന്നും അയാൾ അറിഞ്ഞിട്ടേയില്ല. അത് അയാളുടെ പ്രൊഡക്റ്റല്ല. അയാളുടെ ഭാവന, അയാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, അയാളുടെ ബ്രെയിൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടേ ഇല്ലാത്തതിനാൽ ചാറ്റ് GPTയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സമ്പന്നമാകുന്ന ഒരു കാലം ഉപയോഗപ്പെടാത്ത തലച്ചോറും ഉപയോഗപ്പെടാത്ത ഭാവനയും ഉപയോഗപ്പെടാത്ത പാസ്റ്റ് എക്സ്പീരിയൻസും ആണ് ഉണ്ടായിരിക്കുക. ഈ മൂന്നിൻ്റെയും കോർഡിനേഷനാണ് ഹ്യൂമൻ ബീയിങ്. ഇന്നിപ്പോൾ വൈകുന്നേരം ഫൈനലല്ലേ ക്രിക്കറ്റിൽ? എന്താ ഈ വെസ്റ്റ് ഇൻഡീസിലെ ഒട്ടും അനുകൂലമല്ലാത്ത പിച്ചിൽ കളിക്കുമ്പോൾ നമ്മുടെ രോഹിത് ശർമ്മയൊക്കെ എന്ത് അത്ഭുതമായിട്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കളിച്ചത്. ഒരു പന്ത് ഒരു നിമിഷാർദ്ധത്തിൽ അനലൈസ് ചെയ്തിട്ട് അത് അയാൾ 6 ആക്കിയിട്ടോ 4 ആക്കിയിട്ടോ മാറ്റുന്നുണ്ടെങ്കിൽ ആ നിമിഷാർദ്ധത്തിൽ അയാളിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തിക്കാണ് നാം കോർഡിനേഷൻ എന്ന് പറയുക. ഈ കോർഡിനേഷൻ ആണ് നമ്മളെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ചത്. ഈ കോർഡിനേഷനാണ് നമ്മളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കർത്താക്കളായി മാറ്റിയത്. ആ കർത്താക്കൾക്ക് നിലനിൽപ്പുണ്ട്, വലുപ്പമുണ്ട്. ആ വർക്കിന് വലുപ്പമില്ല.
കാരണം അത് പാസ്റ്റിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ? തോൽപ്പിക്കുന്ന അന്നും അതാരുടെയോ സൃഷ്ടിയാണ്, ഏതോ ഒരു ബ്രെയിനിൻ്റെ സൃഷ്ടി ആണ്. അപ്പോൾ ആ ബ്രെയിൻ തന്നെയാണ് മുന്നിൽ നിൽക്കുക. കാരണം അത് സാക്ഷാത്കരിച്ച നമ്മളാണ്. മറ്റൊരു ജീവിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഒരു അത്ഭുതമാണ്, മനുഷ്യൻ്റെ എക്സ്റ്റൻഷനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്തും കാലം എങ്കിൽ വിദ്യാഭ്യാസം അഭംഗുരമായി പുരോഗമിക്കും. ഇല്ലെങ്കിൽ നനയാതെ മീൻ പിടിക്കണം എന്ന് കരുതിയാൽ മീൻ വളരെ കുറയുന്നു നമ്മളെ കടലിൽ. എന്താ കാരണം? ഈ പുതിയ ബോട്ടുകളും എല്ലാം കാരണം. പഴയതുപോലെ വീശുവല കൊണ്ട് പിടിച്ചിരുന്നെങ്കിൽ നിറയെ മത്സ്യങ്ങൾ കിട്ടുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കടപ്പുറത്ത് ജോലിയുള്ളവരാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ രാവിലെ ഒരു വീശുവലയുമായിട്ട് വന്നിട്ട് 5-6 പരലുമായിട്ട് മടങ്ങിപ്പോകും. കുറേ നേരം കഷ്ടപ്പെടണം. ആ സമയം അയാൾക്ക് വലിയൊരു തുക കൊടുത്ത് അതിൽ എത്രയോ മീൻ കിട്ടും. പക്ഷേ ഇത് താൻ പിടിച്ചതാണ്. എന്തൊരു ടേസ്റ്റാ മാഷെന്നറിയോ ഈ പരലിന് അയാൾ പറയുന്നു. ഇറ്റ് ഈസ് ഹീസ് പ്രൊഡക്റ്റ്. അതാണ് കാരണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ സൃഷ്ടിച്ച് നമ്മളതിൻ്റെ കർത്താക്കളായി ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് അത്ഭുതകരം ആണ്. അതാണ് അത്ഭുതകരം. ആ അത്ഭുതകരമായ ആനന്ദത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടുമ്പോൾ നമ്മൾ വലിയ അലീനേഷൻ അനുഭവിക്കുന്നു. ആ അലീനേഷന് കാരണമാകാതിരിക്കുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ആപ്റ്റിറ്റ്യൂഡുകൾ വളരണം, അഭിരുചികൾ വളരണം. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡുകളൊക്കെ വളരുന്ന വിധത്തിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനം എന്നെനിക്കറിയാം. അങ്ങനെ വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ മനുഷ്യൻ അയാളുടെ അലീനേഷനിൽ നിന്ന് മുക്തമായി തീർന്നു. ഇവിടെ ക്ഷണിച്ചതിനും സംസാരിക്കാൻ കഴിഞ്ഞതിനും നന്ദി. നമസ്കാരം.